വർജിതരായ മനുഷ്യരുടെ കൂടെ നിൽക്കുക. നിങ്ങൾ നാളെ ഡോക്ടറാകും. ഇവിടെ കൂടിയിരിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം രാഷ്ട്രീയ പ്രവർത്തകരായി മാറില്ല. നിങ്ങളെല്ലാം നാളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗങ്ങളായി മാറണം ഒന്നുമില്ല. അതിനല്ല ഇവിടെ കൂടിയിരിക്കുന്നത്. അതല്ല ഈ ഇരിപ്പിന്റെ ലക്ഷ്യം. നിങ്ങൾ അധ്യാപകരാകും, നിങ്ങൾ എഞ്ചിനീയർമാരാകും, നിങ്ങൾ എഴുത്തുകാരാകും, മാധ്യമപ്രവർത്തകരാകും, നിങ്ങൾ ശാസ്ത്രജ്ഞരാകും, ചലച്ചിത്ര പ്രവർത്തകരാകും, നിങ്ങൾ കായിക താരങ്ങളാകും, നിങ്ങൾ ഗവേഷകരാകും, ആരുമാകട്ടെ. സമൂഹത്തിന്റെ ഏത് തുറയിലേക്ക് പോയാലും എന്റെ പക്ഷം ഏതായിരിക്കണം, എന്റെ ചെയ്തികൾ ആരെ സഹായിക്കണം എന്ന ചോദ്യത്തിന് അത് അധികാരത്തിന്റെ കൂടെയല്ല, ആടയാഭരണങ്ങളുടെയും അലങ്കാരത്തിന്റെയും കൂടെയല്ല, അധിനിവേശ യുക്തിയുടെ കൂടെയല്ല. എന്റെ പക്ഷം, എന്റെ ചെയ്തികൾ ഈ നാട്ടിലെ അധികാരമില്ലാത്ത ദുർബലരായ മനുഷ്യരെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കുന്ന ഒന്നായി മാറണം എന്ന തോന്നൽ. അങ്ങനെ എനിക്ക് ജീവിക്കാൻ വേണ്ടി പറ്റുന്നു എന്ന തിരിച്ചറിവ്, ആ തിരിച്ചറിവാണ് നമ്മെ ജീവിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന രണ്ടാമത്തെ ഘടകം. മൂന്നാമത്തെ ഘടകം നിരന്തരം പഠിക്കുക, നവീകരിക്കുക. ഈ ലോകത്തിനൊപ്പവും ആവശ്യമുള്ളപ്പോൾ ഈ ലോകത്തിന്റെ മുന്നിലും സഞ്ചരിക്കുവാൻ വേണ്ടി പറ്റുന്ന കരുത്തിലേക്ക്, കഴിവിലേക്ക് നമ്മളെ വളർത്തുക. നിന്ന നിൽപ്പിൽ നിൽക്കുന്ന ഒരാൾ, അനങ്ങാതെ നിൽക്കുന്ന ഒരാൾ ഇടതുപക്ഷമല്ല. നിരന്തരം ചലിക്കുന്ന, നിരന്തരം പഠിക്കുന്ന, സമരങ്ങളിലൂടെ പഠിക്കുന്ന, സംഘാടനത്തിലൂടെ പഠിക്കുന്ന, ആ സമരങ്ങളിലൂടെ കൂടുതൽ നല്ല മനുഷ്യരായി മാറുന്ന ആളുകളായിട്ട് മാറുക എന്നുള്ളതാണ്. അപ്പോൾ ലോകത്തിലെ തൊഴിലാളി വർഗത്തിന്റെ സമരങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകളായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് മാറുവാൻ വേണ്ടിയിട്ട് സാധിക്കും. ആ സമര പോരാട്ടത്തിൽ ഇന്നലകളിൽ ഈ നാട് കടന്നു വന്നിട്ടുള്ള ധീരോജ്വലമായിട്ടുള്ള സമര ചരിത്രത്തോട് കൂറുള്ള, അതിനെ നെഞ്ചിൽ ചേർത്ത് വെക്കുന്ന, അതിന്റെ തുടർച്ചയായിട്ട് മാറുവാൻ നമ്മുടെ വിദ്യാർത്ഥി കാലഘട്ടത്തെ, നമ്മുടെ യൗവനത്തെ, വരുംകാല ജീവിതത്തെ മാറ്റി തീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന യാത്രത്തോടു കൂടിയിട്ട് സമര പോരാട്ടങ്ങളുടെ തെരുവുകളിൽ പ്രിയപ്പെട്ടവരെ നമുക്കേവർക്കും നല്ലൊരു കാലത്തിനു വേണ്ടി ഈ ചോരച്ചെങ്കുടിക്കൊപ്പം ഒത്തുചേരാം, ജീവിക്കാം, പൊരുതാം, ആനന്ദിക്കാം എന്ന വാചകത്തോടുകൂടി അവസാനിപ്പിക്കുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഇന്ത്യയിലെ എല്ലാ നഗരത്തിലും നടപ്പിലാക്കും. അന്ന് വെച്ചാൽ ഇന്ത്യയിലെ IT തൊഴിലാളികളെ ഏതറ്റം വരെയും ചൂഷണം ചെയ്യാൻ കമ്പനികൾക്ക് സാധിക്കും. ഇത് ഇന്ത്യയിൽ നിൽക്കുവോ? ഇല്ല. ഇതിന്റെ പ്രത്യാഘാതം ഇന്ത്യയിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കില്ല. ഇത് സംഭവിക്കും. ഈ ലോകോത്തര കമ്പനികൾ മൂന്നാം ലോക രാജ്യങ്ങളിലെ ഗവൺമെന്റുകളോട് പറയും, ആഫ്രിക്കയിലെ, ലാറ്റിൻ അമേരിക്കയിലെ, മൂന്നാം ലോക രാജ്യങ്ങളിലെ ദരിദ്ര രാജ്യങ്ങളോട് പറയും, ഇതാ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു നിയമമുണ്ട്. ഈ നിയമം നിങ്ങൾ നിങ്ങളുടെ രാജ്യത്ത് നടപ്പിലാക്കുന്നില്ല എങ്കിൽ ഞങ്ങളുടെ കമ്പനികളെ മുഴുവൻ ഞങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുപോകും എന്നവർ പറയും. ഇന്ത്യയിലെ, ലോകത്തിലെ മൂന്നാം ലോക രാജ്യങ്ങളിൽ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന ഈ നിയമം നടപ്പിലാക്കേണ്ടി വരും. ഒരു വഴിയും ഉണ്ടാവില്ല. അതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി പറ്റില്ല. എന്ന് വെച്ചാൽ ലോകത്തിലെ പുതിയ തലമുറ തൊഴിലാളികളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമത്തിനാണ് കർണാടകത്തിലെ കോൺഗ്രസ് ഗവൺമെന്റ് ആരംഭം കുറിച്ചത്. അതിനെ ചെറുത്തു, അതിനെതിരായി സമരം ചെയ്തു. ഞങ്ങളുടെ ജോലി പോയാലും, ഞങ്ങൾക്ക് നഷ്ടം സംഭവിച്ചാലും, ഞങ്ങൾക്ക് എന്ത് തന്നെ തിരിച്ചടികൾ നേരിടേണ്ടി വന്നാലും ഈ നിയമം നടപ്പിലാക്കാൻ വേണ്ടി ഞങ്ങൾ അനുവദിക്കില്ല എന്ന് അവിടുത്തെ IT തൊഴിലാളികൾ പറഞ്ഞു. അവർ സ്വയംഭൂവായി പറഞ്ഞതല്ല. ഒരു ദിവസം രാവിലെ സ്വപ്നം കണ്ട് എഴുന്നേറ്റിട്ട് അവർ ആക്രോശിച്ചതുമല്ല. അവരെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ച ഒരു സംഘടന എവിടെ ഉണ്ടായിരുന്നു? ആ സംഘടനയുടെ പേരാണ് കർണാടക സ്റ്റേറ്റ് IT എംപ്ലോയീസ് യൂണിയൻ എന്നുള്ളത്, KITU എന്നുള്ളത്. ആ KITUവിന്റെ സമരത്തിന്റെ ഒടുവിൽ കർണാടകത്തിലെ കോൺഗ്രസിന്റെ ഗവൺമെന്റിന് ആ നിയമം നടപ്പിലാക്കാനുള്ള നീക്കത്തിൽ നിന്ന് താൽക്കാലികമായിട്ടെങ്കിലും പിൻവലിയേണ്ടി വന്നു. അവർക്ക് പരാതി
നമുക്ക് പക്ഷെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റണം. അപ്പോഴാണ് എന്തുകൊണ്ട് ഈ കാലത്ത് വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ തന്നെ ഇടതുപക്ഷത്തോട് ഹൃദയം ചേർത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തുക പ്രിയപ്പെട്ടവരെ. അപ്പോഴാണ് അതേ കർണാടകത്തിൽ മറ്റൊരു സംഘടനയുണ്ട്. ഇതാ സംഘടന എന്നറിയോ? കാരണം ഒരുപക്ഷെ നമ്മുടെ എല്ലാം വായനയുടെ ഇടയിൽ ദേവദാസി സമ്പ്രദായത്തിനെ കുറിച്ച് വായിച്ചറിഞ്ഞിട്ടുള്ള ആളുകൾ കൂട്ടത്തിൽ ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. ദേവദാസികൾ ആരാ? ദേവദാസികൾ കേരളത്തിൽ ദേവദാസി സമ്പ്രദായമില്ല. കർണാടകത്തിലുണ്ട്, ആന്ധ്രയിലുണ്ട്, ഒറീസയിലുണ്ട്, പല നാടുകളിലും ബംഗാളിലൊക്കെ മുമ്പ് ഉണ്ടായിരുന്നു. ദേവദാസി സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയുടെ ഏറ്റവും ക്രൂരമായിട്ടുള്ള അനുഭവങ്ങളിൽ ഒന്നാണ്, അടയാളങ്ങളിൽ ഒന്നാണ് ദേവദാസി സമ്പ്രദായം. ഒരു കുടുംബത്തിലെ ഒരു കുട്ടിയെ അല്ലെങ്കിൽ രണ്ട് കുട്ടികളെ, പെൺകുട്ടികളെ, അവർ ഋതുമതിയായ ഉടനെ അവരെ ദൈവത്തിന് കല്യാണം കഴിച്ചു കൊടുക്കുന്ന ഏർപ്പാടിൻ്റെ പേരാണ് ദേവദാസി എന്നുള്ളത്. ചില ആളുകൾ ഋതുമതിയാകും, ചില ആളുകൾ അതിനു മുമ്പ് തന്നെ എന്തിനാ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത്? കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത് ആ കുടുംബത്തിന് ഐശ്വര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം, അതാണ് ദേവദാസി. പെൺകുട്ടികളെ ദൈവത്തിന് വിവാഹം കഴിച്ചു കൊടുത്താൽ കുടുംബത്തിന് ഐശ്വര്യം ലഭിക്കും എന്നുള്ളൊരു വിശ്വാസം. മാത്രമല്ല, അങ്ങനെ ദൈവത്തിന് വിവാഹം കഴിച്ചു കൊടുത്ത പെൺകുട്ടികളെ പിന്നീട് വിവാഹം കഴിക്കാൻ വേണ്ടി പറ്റില്ല അവർക്ക്. അതോടെ കല്യാണ ചെലവില്ല, വിവാഹത്തിന് ചെലവില്ല. 3, ദേവദാസികളായിട്ടുള്ള പെൺകുട്ടികൾക്ക് അവരുടെ വീട്ടിൽ തന്നെ താമസിക്കാം. അങ്ങനെയാകുമ്പോൾ ആ വീട്ടിൽ പ്രായമായിട്ടുള്ള അച്ഛനോ അമ്മയോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ശാരീരിക പ്രയാസമുള്ള മാനസിക പ്രയാസമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വീട്ടിനകത്ത് ആവുകയും ചെയ്യും. ആരാ ദേവദാസികളായി മാറുക? ഏത് കുടുംബത്തിലെ മക്കളെയാ ദേവദാസികളാക്കിയിട്ട് മാറ്റുക? സമ്പന്ന കുടുംബത്തിലുള്ളവരാണോ? അവരുടെ വീട്ടിന് ഐശ്വര്യം കിട്ടാൻ വേണ്ടിയിട്ട് പെൺമക്കളെ ദേവദാസികളാക്കോ? ഇല്ല. എഞ്ചിനീയർമാരുടെയും ബിസിനസ്സുകാരുടെയും മക്കളാണോ? അല്ല. ആരാവുക? കൂലിപ്പണിക്കാരുടെ മക്കളാണ്. ദളിതരായിട്ടുള്ള കുട്ടികളുടെ മക്കളാണ്. എന്ന് വെച്ചാൽ 2 നേരം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ശേഷിയില്ലാത്ത വീടുകളിലെ മക്കളാണ് ദേവദാസികളായിട്ട് മാറുക. ദേവദാസികളായിട്ട് മാറി എന്താ സംഭവിക്കാന്നറിയോ? ദേവദാസികളായി തനിയെ മാറുന്നതല്ല. ഈ പെൺകുട്ടികളെ ആരെങ്കിലും നോട്ടുവിട്ടിട്ടുണ്ടാകും. ആ നാട്ടിലുള്ള ഏതെങ്കിലും പ്രമാണിമാർ, ഏതെങ്കിലും വലിയ ജന്മിമാർ, അവർ ചെറിയ പിഞ്ച് ശരീരങ്ങളെ അവർ ആർത്തിയോടെ നോക്കുന്നുണ്ടാകും. ആ കുട്ടികളുടെ വീട്ടിലേക്ക് ഈ പ്രമാണിമാർ പോകും. അവരുടെ മാതാപിതാക്കളെ പ്രലോഭിപ്പിക്കും. അവർക്ക് പണം നൽകാമെന്ന് പറയും. നിങ്ങൾ നിങ്ങളുടെ മക്കളെ ദേവദാസിയാക്കിയാൽ നിങ്ങളുടെ വീട് ഞങ്ങൾ നോക്കാം എന്ന് പറയും. ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽപ്പെട്ട് കിടക്കുന്ന കുടുംബം, 2 നേരം ഭക്ഷണം കഴിക്കാൻ വേണ്ടി വകയില്ലാത്ത കുടുംബം, ആ ദാരിദ്ര്യത്തിന് മുന്നിൽ, അവരുടെ ഗതികേടിന് മുന്നിൽ ഈ പ്രമാണിമാരുടെ വാക്ക് വിശ്വസിച്ച് മക്കളെ ദേവദാസികളാക്കി മാറ്റും. ദേവദാസികളായ കുട്ടികൾക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് ലൈംഗിക അടിമകളായി മാറാം, അവർക്ക് വേശ്യകളായി മാറാം. അവരെ കണ്ണുവെച്ചിട്ടുള്ള ആ നാട്ടിലെ പ്രമാണിമാർ തൊട്ടടുത്ത ദിവസം മുതൽ അവരെ കൂടെ പാർപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അവരുടെ ലൈംഗിക ദാഹം തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളായിട്ട് ആ കുട്ടികളെ അവർ മാറ്റും. ആ ആർത്തി തീരുമ്പോ അവരെ ഉപേക്ഷിക്കും. പിച്ചയെടുത്ത് ജീവിക്കേണ്ടി വരുന്ന 100 കണക്കിന് ആളുകൾ ഇന്നുമുണ്ട് കർണാടകയിലെ വിവിധ നാടുകളിൽ. കർണാടകയിലെ ഈ വിജയനഗര എന്ന് പറയുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിന്റെ പിറകിൽ പോയാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും 10-30 വർഷം മുമ്പ് ദേവദാസികളായിട്ടുള്ള സ്ത്രീകൾ അവിടെ എച്ചിൽ തിന്ന് ജീവിക്കുന്ന കാഴ്ച ഇന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇന്ത്യൻ സമൂഹത്തിന്റെ ഏറ്റവും വികൃതമായ ചിത്രങ്ങളിൽ ഒന്ന് കാണണമെങ്കിൽ കർണാടകത്തിലേക്ക് പോവുക, ബെല്ലാരിയിലേക്ക്, വിജയനഗരയിലേക്ക്, അവിടുത്തെ ദേവദാസികളുടെ ജീവിതത്തിലേക്ക്. അത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. ദേവദാസികളായിട്ടുള്ള സ്ത്രീകളെ ലൈംഗിക അടിമകളാക്കി മാറ്റാം. അവർക്ക് കുട്ടികളുണ്ടാകും, പക്ഷേ ആ കുട്ടികൾക്ക് അച്ഛനുണ്ടാകില്ല. അച്ഛൻ ജീവശാസ്ത്രപരമായിട്ട് അച്ഛനുണ്ടാകും, പക്ഷേ പൊതുസമൂഹത്തിൽ അച്ഛന്റെ പേര് പറയാൻ വേണ്ടി പറ്റില്ല. സ്കൂളിൽ ആ കുട്ടികളെ ചേർക്കാൻ
ദേവദാസി മഹിളേര വിമോചന സമിതി എന്നാണ്. ഇന്ന് ആ സംഘടനയിൽ 40,000-ത്തിലധികം അംഗങ്ങളുണ്ട്, ദേവദാസികൾ അംഗങ്ങളായിട്ട് ഉണ്ട്. അവരിന്നെന്താ പറയാൻ, ഞങ്ങളൊക്കെ കർണാടകത്തിൽ പോകുമ്പോൾ ദേവദാസി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരെയും പ്രവർത്തകരെയും കാണാൻ വേണ്ടി നോക്കാറുണ്ട്. പലപ്പോഴും ഞങ്ങളുടെ ഹൃദയം തൊടുന്നൊരു അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ജീവിക്കുന്നത് ഒരു ഒറ്റമുറി വീട്ടിലായിരിക്കും, ദരിദ്ര പശ്ചാത്തലത്തിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ പോലും ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയാൽ, അല്ലെങ്കിൽ ഞങ്ങളെ ഏതെങ്കിലും പരിപാടി നടക്കുമ്പോൾ ഇതുപോലെ കാണാൻ വേണ്ടിയിട്ട് അവർ വന്നാൽ പോകുന്നതിന് മുമ്പ് അവരുടെ കയ്യിലുള്ള കീറിപ്പറഞ്ഞ ബാഗിലേക്ക് അവർ കൈയിടും. എന്നിട്ടോ അവരുടെ കയ്യിൽ എത്ര പണമാണോ അവർക്ക് ആ ബാഗിൽ നിന്ന് കിട്ടുന്നത് അതവർ നുള്ളിപ്പെറുക്കി എടുക്കും, എന്നിട്ട് ഞങ്ങൾക്ക് തരും. ഒരു തവണയല്ല, ഇത് പലതവണ ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് എന്താ ഞങ്ങൾ പറയും, ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ ഫണ്ട് ഞങ്ങൾ ശേഖരിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് വേണ്ട എന്ന് ഞങ്ങൾ പറയും. ഞങ്ങളെ നിഷേധിക്കാൻ വേണ്ടി നോക്കും, പക്ഷെ സമ്മതിക്കില്ല. അവർ പറയും, മക്കളെ, നിങ്ങൾ നടത്തുന്ന ഒരു സമരമുണ്ടല്ലോ, ആ സമരത്തിൻ്റെ തുടർച്ചയിലാണ് ഈ നാട്ടിലെ ദേവദാസികളുടെ മക്കൾക്ക് സ്കൂളുകളിൽ പോകാൻ വേണ്ടിയിട്ട് പറ്റിയത്. നിങ്ങൾ നടത്തുന്നൊരു സമരമുണ്ടല്ലോ, ആ സമരത്തിൻ്റെ തുടർച്ചയിലാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെ ഗതികേട് കൊണ്ട് ദേവദാസികളായി മാറേണ്ടി വന്ന, വേശ്യകളായി പിന്നീട് മാറേണ്ടി വന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെ ആത്മാഭിമാനത്തോടെ പഠിപ്പിക്കാം എന്നൊരു ആത്മവിശ്വാസം ഞങ്ങൾക്ക് തരുന്നത് നിങ്ങൾ നടത്തുന്ന സമരമാണ്. നിങ്ങളായിരുന്നു ഞങ്ങളെ ഈ സംഘടന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യഘട്ടത്തിൽ സഹായിച്ചത് എന്ന് പറയും. നിങ്ങൾക്ക് തന്നിട്ടില്ലെങ്കിൽ പിന്നെ ആർക്കാണ് ഞങ്ങൾ തരേണ്ടത് എന്നവർ പറയും. ഇന്ന് കർണാടകത്തിലെ ദേവദാസികളുടെ ആ സംഘടന അവരുടെ സമരത്തിന്റെ ഭാഗമായിട്ട് കർണാടകത്തിൽ ദേവദാസികളായി മാറേണ്ടി വരുന്നവർക്ക് പെൻഷൻ ലഭിക്കുന്നുണ്ട്. അവരുടെ മക്കൾക്ക് അച്ഛന്റെ പേര് കോളത്തിൽ എഴുതിയിട്ടില്ലെങ്കിലും സ്കൂളിൽ പോകാം. ഒരു അധ്യാപകരും ഒരു സമൂഹവും അവരെ പീഡിപ്പിക്കില്ല എന്ന് ഉറപ്പുണ്ട്. ഏകദേശം 10-30,000-ത്തിലധികം ആളുകൾക്ക് ഒരു മുറിയാണെങ്കിലും ഒരു വീടുണ്ട്. പകലോ രാത്രിയോ വ്യത്യാസമില്ലാതെ ഒരാളും തന്റെ ശരീരത്തിൽ കയറി പിടിക്കില്ല എന്ന ഉറപ്പോട് കൂടിയിട്ട് പൊതുവിടങ്ങളിൽ നടക്കാനുള്ള ആത്മധൈര്യമുണ്ട്. ഏത് ഹോട്ടലിൽ കയറിയാലും ഇറക്കി വിടില്ല, ഭക്ഷണം ലഭിക്കും എന്ന ഉറപ്പ് അവർക്കുണ്ട്. ഇത് നേടിയെടുക്കാനുള്ള കരുത്തിലേക്ക് ഒരു സമൂഹത്തിലെ ഏറ്റവും അടിച്ചമർത്തപ്പെട്ട ജാതിയാൽ, വിശ്വാസങ്ങളാൽ, ആചാരങ്ങളാൽ, ലിംഗപദവിയാൽ, വർഗപദവിയാൽ അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗത്തെ നിവർന്നു നിൽക്കാൻ വേണ്ടിയിട്ട് കരുത്തു നൽകിയ കർണാടക രാജ്യ മഹിളേര സമിതിയുടെ പല നേതാക്കളും ഇന്ന് കർണാടകത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബ്രാഞ്ച് മുതൽ സംസ്ഥാന കമ്മിറ്റി വരെയുള്ള വിവിധ കമ്മിറ്റികളിൽ അംഗങ്ങളായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്, പഞ്ചായത്തുകളിലേക്ക് മത്സരിച്ചിട്ടുണ്ട്. ഇന്ന് ഇവിടെ എത്തിയെന്നറിയോ ആ സമരം ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഈ കർണാടകത്തിലെ ദേവദാസികളുടെ കുടുംബത്തിലെ ആണുങ്ങളെ സംഘടിപ്പിക്കുന്നതിലേക്ക് എത്തി. ആണുങ്ങൾ എന്താ ചെയ്യുന്നത്? കർണാടകത്തിലെ ദേവദാസി കുടുംബങ്ങളിലെ ആണുങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാക്കിയത് അതിൽ പല ആളുകളും ചെയ്യുന്നത് ശവമടക്ക് തൊഴിലാളികളാണ്. ശവമടക്കുന്ന ആളുകളാണ്. നമ്മുടെ നാട്ടിലെ ശവമടക്ക് തൊഴിലാളികൾക്കുള്ളൊരു ജീവിതമായിരിക്കില്ല അവിടുത്തെ ആളുകൾക്ക്, ഒരു സുരക്ഷ ഉണ്ടാവില്ല. ആ ശവമടക്ക് തൊഴിലാളികളുടെ യൂണിയൻ ഇന്നുണ്ടാക്കി കർണാടകത്തിൽ. 1000-ത്തിലധികം ശവമടക്ക് തൊഴിലാളികളുടെ യൂണിയൻ ഉണ്ടാക്കി കർണാടകത്തിൽ. ഇനി നിങ്ങൾ എന്നോട് പറയൂ, ഇന്ത്യയിൽ ചെങ്കൊടി പ്രസ്ഥാനത്തിന് ഈ നാട്ടിലെ മനുഷ്യരുടെ ജീവിതത്തിൽ ഒരു പങ്കുമില്ലാതെന്ന് ആര് പറഞ്ഞാലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? ഏത് വലതുപക്ഷത്തെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? നമ്മുടെ സമരം തുടരുകയാണ്. എത്രയോ അനുഭവങ്ങൾ, കർഷക സമരത്തിന്റെ ധീരമായ അനുഭവങ്ങൾ കണ്ടവരാണ് നമ്മൾ. അതിന്റെ വിശദാംശത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഇങ്ങനെ ഈ രാജ്യത്തിന്റെ ഏത് മേഖല എടുത്തു നോക്കിക്കഴിഞ്ഞാലും അവിടെ മനുഷ്യ ജീവിതത്തിൽ ആത്മാഭിമാനത്തിന്റെ പ്രകാശം പരത്താൻ ഒരു ചോര ചെങ്കൊടി പാറി പറക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. ആ ചെങ്കൊടി പാറുന്നിടത്തോളം കാലം, ആ ചെങ്കൊടിക്ക് മനുഷ്യ ജീവിതത്തിൽ ആത്മാഭിമാനത്തിന്റെ നിറമുള്ളിടത്തോളം കാലം, പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന്, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മറ്റേതൊരു പ്രസ്ഥാനത്തെക്കാളും പ്രസക്തിയുണ്ട് എന്ന അനവധ്യമായ ആത്മാഭിമാന ബോധത്തോടെ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എന്തിനാ നമ്മൾ ഇടതുപക്ഷമാകുന്നത്? എങ്ങനെയാണ് നമ്മൾ ഇടതുപക്ഷമായി ജീവിക്കേണ്ടത്? അങ്ങനെ ഒരു ചോദ്യമില്ലേ ആളുകൾ ചോദിക്കാറുണ്ട്. നമ്മുടെ എല്ലാം നാട്ടിലിപ്പോ ഈ മോട്ടിവേഷൻ ക്ലാസ്സുകളുടെ ഒരു കാലമാണ്. കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
വലിയ പൈസയാണ് കേട്ടോ, 4 ലക്ഷം റുപ്യൊക്കെയാണ്. ഇപ്പം ഈ അടുത്ത് കോഴിക്കോട് കുറേ ബിസിനസ്സുകാരെ വിളിച്ചിട്ട് ആ ബിസിനസ്സുകാരൻ മുഴുവൻ തന്തക്ക് വിളിച്ചൊരു മോട്ടിവേഷൻ സ്പീക്കർ ഉണ്ടായിരുന്നു. 4 ലക്ഷം റുപ്യാണ് 1 മണിക്കൂറിന് എന്നാണ് കേട്ടത്. മോട്ടിവേറ്റ് ചെയ്യാണ്, പ്രചോദിപ്പിക്കുകയാണ്. എന്താ ഇതിൻ്റെ സാരം? നമ്മളെല്ലാം നമ്മുടെ സ്കൂളിലും കോളേജിലും ഒക്കെ കേട്ടിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. എന്താ ഇതിൻ്റെ ഒരു സാരം? ഇതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ, ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ നിങ്ങളാണ് എന്ന് നിങ്ങളെ ബോധിപ്പിക്കാം, അല്ലേ? ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങളോട് സംസാരിക്കാൻ നിങ്ങളെ ബോധിപ്പിക്കുക. ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആൾ നിങ്ങളായിട്ട് മാറിക്കഴിഞ്ഞാൽ മതി എന്ന് നിങ്ങൾ കരുതുന്ന നിമിഷം എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു എന്നാണ് ഇതിൻ്റെ ഒരു സാരം. എന്താ ഇടതുപക്ഷത്തിൻ്റെ പ്രചോദനം? ഇടതുപക്ഷക്കാരായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കരുത്ത് നൽകുന്നത് എന്താ എന്നുള്ളൊരു ചോദ്യമില്ലേ? എന്താ അത്? ഈ ലോകം കറങ്ങുന്നത് എൻ്റെ ചുറ്റുമാണ് എന്ന തോന്നലാണോ? ഈ ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഞാനാണ് എന്ന തോന്നലാണോ? ഈ ലോകത്ത് ഏറ്റവും പ്രധാനം എൻ്റെ സന്തോഷമാണ് എന്ന തോന്നലാണോ? അല്ല. എന്തായിരിക്കണം ഇടതുപക്ഷത്തെ യൗവനമായിട്ട് ജീവിക്കുമ്പോൾ നമ്മെ മുന്നോട്ട് നയിക്കുന്ന ആവേശത്തിന്റെ പ്രചോദനത്തിന്റെ ഘടകം എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഞാൻ കേട്ട ഏറ്റവും മനോഹരമായ മറുപടി ലാറ്റിൻ അമേരിക്കയിലെ വിപ്ലവകാരിയായിരുന്ന ഫ്രിദാ കായ്ലോ ആണ് എന്നാണ് എൻ്റെ ഓർമ്മ. മെക്സിക്കോയിലെ ചിത്രകാരി. അവർ ഒരിക്കൽ പറയുന്നതാണ്, എന്താണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന പ്രചോദിപ്പിക്കുന്ന ഘടകങ്ങളെന്ന്. അവർ പറയുന്ന ഉത്തരം 3 എണ്ണമാണ്. ഒന്ന്, ആദ്യത്തെ ഘടകം ടു ലവ് ആൻഡ് ടു ബി ലവ്ഡ് എന്നാണ്. സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക. സ്നേഹിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടതുപക്ഷത്ത് നിൽക്കുന്നത്, സ്നേഹിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടതുപക്ഷത്ത് നിൽക്കുന്നത്. ആ സ്നേഹം എന്തല്ല, എന്നോട് മാത്രമുള്ള സ്നേഹമല്ല, എൻ്റെ കുടുംബത്തോട് മാത്രമുള്ള സ്നേഹമല്ല, അറിയപ്പെടാത്ത ലോകത്തെ മഹാമനുഷ്യരുമായിട്ട് സാഹോദര്യം നൽകുന്ന സമരത്തിന്റെ ധാരയിൽ എനിക്ക് ലഭിക്കുന്ന ഒരു സ്നേഹം. പലസ്തീനിലെ മക്കളെ സ്നേഹിക്കാനുള്ള എൻ്റെ കരുത്ത് ലോകത്തെ ഏത് മനുഷ്യരോടും ഹൃദയം ചേർത്ത് വെക്കാനുള്ള സ്നേഹമല്ലേ? അതുകൊണ്ടാണ് വിശ്വവിപ്ലവകാരിയായിരുന്ന ചെഗുവേര അദ്ദേഹം ഒരിക്കൽ പറയുന്നുണ്ട്, അറ്റ് ദ റിസ്ക് ഓഫ് ബീയിങ് റെഡിക്യൂൾഡ്, പരിഹസിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, എ ട്രൂ റവല്യൂഷണറി ഈസ് ഗൈഡഡ് ബൈ സ്ട്രോങ് ഫീലിംഗ്സ് ഓഫ് ലവ് എന്ന്. ഒരു യഥാർത്ഥ വിപ്ലവകാരിയെ മുന്നോട്ട് നയിക്കുന്നത് ഏറ്റവും ആഴത്തിലുള്ള സ്നേഹ വായ്പകളാണ് എന്ന്. ഇടതുപക്ഷമായിരിക്കാനുള്ള ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഗുണം എന്താണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം സ്നേഹിക്കാനുള്ള കഴിവാണ്. ആ സ്നേഹം നിങ്ങൾക്ക് നാടിന് നൽകാൻ വേണ്ടി പറ്റുമ്പോഴാണ് തിരിച്ച് സ്നേഹിക്കപ്പെടുന്നവരായിട്ട് നമ്മൾ മാറുക. അതുകൊണ്ടാണ് 29 വർഷവും 10 മാസവും 3 ദിവസവും കിടന്ന കിടപ്പിൽ നിന്ന് അനങ്ങാൻ വേണ്ടി പറ്റാതെ ജീവിച്ചിരുന്ന, കൺപോളയും വായിലെ നാവുമല്ലാതെ ശരീരത്തിലെ മറ്റൊരവയവവും ചലിപ്പിക്കുവാൻ വേണ്ടി പറ്റാതെ 29 വർഷം 10 മാസം 3 ദിവസം കിടന്ന കിടപ്പിൽ നിന്ന് ഒന്ന് ഞെരങ്ങാൻ വേണ്ടി പറ്റാതെ ജീവിച്ചു മരിച്ച പുതുക്കുടി പുഷ്പൻ എന്ന് പറയുന്ന ശരീരത്തെ കാണാൻ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യർ വിണ്ടുപൊട്ടുന്ന വിങ്ങി നീറുന്ന ഹൃദയവും കണ്ണുനീരുമായിട്ട് തലശ്ശേരിയിലും പാനൂരിലും കൂത്തുപറമ്പിലെ രക്തസാക്ഷി സ്തൂപത്തിന് സമീപത്തുമെല്ലാം ഒരുപക്ഷെ സമീപകാലത്ത് ലോകം കണ്ട ഏറ്റവും വലിയ യാത്രയയപ്പുകളിൽ ഒന്നിന് ഒത്തുകൂടിയ കാഴ്ച നമ്മൾ കണ്ടത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഒരു വിപ്ലവകാരിയുടെ ഏറ്റവും ആദ്യത്തെ കടമ, ഏറ്റവും ആദ്യത്തെ ഗുണം ഈ ലോകത്തെ സ്നേഹിക്കുക. എന്റെ ഏത് നഷ്ടത്തിന്റെ മുന്നിലും, എന്റെ ഏത് ത്യാഗത്തിന്റെ മുന്നിലും
വി വെന്റ് ടു ഫൈറ്റ് എന്നാണ്. ആ ജീവിതത്തിന്റെ മനോഹാരിതയ്ക്ക് വേണ്ടി, ആ ജീവിതത്തിന്റെ ആനന്ദത്തിന് വേണ്ടി, ആ ആനന്ദത്തിന്റെ ഉടമകളായി ഈ സമൂഹത്തിലെ എല്ലാ മനുഷ്യരെയും മാറ്റുവാൻ വേണ്ടി ഞങ്ങൾ സമരം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അതുകൊണ്ട് ഈ സമരം തുടരുക തന്നെ ചെയ്യും, ഞങ്ങൾ ഇല്ലാതായാലും എന്നായിരുന്നു ജൂലിയസ് ഫിച്ചിക്ക് എഴുതുന്നത്. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? 1931 മാർച്ച് മാസം 23 ഒരു പുലർച്ചെ തടവറയുടെ മുന്നിൽ ഇങ്ങനെ കഴുമരം തൻ്റെ മുന്നിൽ താഴ്ന്നു നിൽക്കുമ്പോൾ, തൻ്റെ കഴുത്തിനു വേണ്ടി അതിങ്ങനെ കാത്തു നിൽക്കുമ്പോൾ 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ തൻ്റെ വലതുവശത്ത് തൻ്റെ മരണം സാക്ഷ്യപ്പെടുത്തുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനോട്, മജിസ്ട്രേറ്റിനോട് അദ്ദേഹത്തെ നോക്കി കണ്ണിൽ കണ്ണുനീരിൻ്റെ നനവില്ലാതെ, ഹൃദയമിടിപ്പിന്റെ വേഗത 1 സെക്കൻഡ് വർദ്ധിക്കാതെ കൊലമരത്തിന്റെ മുന്നിൽ നിന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞൊരു വാചകം. ആ വാചകം ഇങ്ങനെയായിരുന്നു: ഹൗ എ ലക്കി പേഴ്സൺ യു ആർ മിസ്റ്റർ ഓഫീസർ. എന്തൊരു ഭാഗ്യം ചെയ്ത മനുഷ്യനാണോ നിങ്ങൾ ഓഫീസറെ എന്ന്. കാരണം എങ്ങനെയാണ് ജന്മനാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു വിപ്ലവകാരി തെല്ലും കുറ്റബോധമില്ലാതെ അഭിമാനബോധത്തിന്റെ ആകാശത്ത് നിന്ന് കഴുമരത്തിലേക്ക് പോകുന്നത് എന്ന് കാണാനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടായല്ലോ എന്ന് തന്റെ മരണത്തെ രേഖപ്പെടുത്തുവാൻ വേണ്ടി വന്നിട്ടുള്ള ഉദ്യോഗസ്ഥനെ നോക്കി പറഞ്ഞ് പുഞ്ചിരിച്ച ഭഗത് സിംഗ് എന്ന രക്തസാക്ഷിയ. ഈ സമൂഹത്തോടുള്ള സ്നേഹമായിരുന്നു അദ്ദേഹത്തെ നയിച്ചിരുന്നത്. സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക. 2 ജീവിത